CPM നേതാവും CITU നേതാവുമായിരുന്ന A. അബ്ദുൾ ഖാദറിന്റെ 19ാമത് അനുസ്മരണം CPMന്റെ നേതൃത്വത്തിൽ നടത്തി. റാലി, പൊതുസമ്മേളനം എന്നിവ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. CPMന്റെ പ്രമുഖ നേതാവും CITU നേതാവുമായിരുന്ന A. അബ്ദുൾ ഖാദറിന്റെ 19ാമത് അനുസ്മരണ സമ്മേളനം കായംകുളം കീരിക്കാട് ഐക്യ ജംഗ്ഷനിൽ നടന്നു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത റാലിയും പൊതുസമ്മേളനവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് നേടിയ വിജയത്തിൽ അഭിമാനിക്കാൻ യാതൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. SDPI, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയവർ മുന്നണി പോലെയാണ് UDF വേണ്ടി പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമായും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൊതുവിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താ? ഈ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന 3ാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യത്തെ പൊതു ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസം. ആ പൊതു ബഡ്ജറ്റിൽ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനമുണ്ടോ? ആ പൊതു ബഡ്ജറ്റ് എങ്ങനെയാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്? നമ്മുടെ രാജ്യത്തൊരു ഫെഡറൽ സംവിധാനം ഉണ്ടല്ലോ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുണ്ടല്ലോ. ആ ഫെഡറൽ സംവിധാനത്തെ മുഴുവൻ കാറ്റിൽ പരത്തിയിരിക്കല്ലേ? എന്താ BJP പറഞ്ഞത്? ഞങ്ങളെ ഇവിടുന്ന് ഒരാളെ ജയിപ്പിച്ചങ്ങ് തന്നാ മതി. സുരേഷ് ഗോപി പറഞ്ഞത് 10 കേന്ദ്രമന്ത്രിമാരെ ഞാൻ അപ്പുറത്ത് ഇപ്പുറത്ത് നിർത്തുമെന്നാണ്. കേരളത്തിന് വാരിക്കോരി തരാൻ പോണെന്നല്ലേ പറഞ്ഞു. ഒരാൾ ജയിച്ചു പോയല്ലോ, എന്താ ആ വ്യക്തി അടക്കമുള്ള ആൾക്കാർ 2 കേന്ദ്രമന്ത്രിമാരുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് തന്നോ? കേരളത്തിന് വേണ്ടി മാത്രമല്ലല്ലോ, പൊതുവായി എടുത്താൽ പ്രതിപക്ഷ ഗവൺമെന്റുകളോട് എന്തെടുത്ത നിലപാടെന്താ? ഇനിയെങ്കിലും UDF നിങ്ങൾ കാര്യം മനസ്സിലാക്കി പ്രതികരിക്കാൻ തയ്യാറാകണം. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഭയപ്പെടുന്ന ആ നിപ്പ വന്നപ്പോൾ അതിനെ നേരിടാൻ കഴിഞ്ഞ, അതിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞ സ്റ്റേറ്റാണ് കേരളം. നമുക്കറിയാലോ. ആ രോഗത്തിന്റെ ലക്ഷണം വന്നു, ഒരു കുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം വന്നു. ഒരിക്കലും ഉണ്ടാകാൻ വയ്യാത്തതാണ്. പക്ഷേ ആ വിഷയത്തെ പോലും കുറ്റപ്പെടുത്തുവാനുള്ള വേദിയാക്കി മാറ്റുവാനാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടുള്ളതാണ് കേരളത്തിലെ UDFന്റെ ഒരു മാനസികാവസ്ഥ. യോഗത്തിൽ CPM ഏരിയ സെക്രട്ടറി P. അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K. ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് U. പ്രതിഭ MLA, അഡ്വക്കേറ്റ് KH ബാബുജാൻ, P. ഗാനകുമാർ, അഡ്വക്കേറ്റ് N. ശിവദാസൻ, ഷെയ്ഖ് P. ഹാരിസ്, B. അബിൻഷ, അഡ്വക്കേറ്റ് S. സുനിൽകുമാർ, KP. മോഹൻദാസ്, G. ശ്രീനിവാസൻ, P. ശശികല തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.